നമസ്കാരം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വീണ്ടും രാഷ്ട്രീയത്തെ വിവാദമാക്കുകയാണ്. ഒരു വശത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് സമരം. കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം, രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിമർശനം, ഒടുവിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇതോടെ വിഷയം വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ക്രമക്കേട് എന്നതിലുപരി വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ മുഴുവൻ പശ്ചാത്തലവും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നേതാക്കളും തമ്മിൽ നിർണായക ചർച്ച നടന്നു. സൗരവ് ദാസും അശുതോഷ് റാങ്കിയും CJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു. ചർച്ചയിൽ 3 പ്രധാന ആവശ്യങ്ങളാണ് CJP മുന്നോട്ട് വെച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം, പ്രതിഷേധക്കാർക്കെതിരെ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത FIRകൾ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് CJP പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അവരുയർത്തിയ ആവശ്യങ്ങളിൽ 2 എണ്ണം മാത്രം അംഗീകരിച്ചുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തോട് മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഏറ്റവും നിർണായക ആവശ്യമായി CJP ഉയർത്തിക്കാട്ടിയിരുന്നതും ഈ രാജി തന്നെയായിരുന്നു. രാജി പ്രഖ്യാപിക്കാത്ത പക്ഷം സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് CJP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ പാർലമെന്റിലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായ 5ാം ദിവസവും സ്തംഭിച്ചു. പ്രതിപക്ഷത്തിന്റെ ആവശ്യം വ്യക്തമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതിനുശേഷമേ വിഷയത്തിൽ ചർച്ചയുണ്ടാകൂ. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകൾ പ്രകാരം ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പാർലമെന്റിൽ വിശദമായ ചർച്ച നടത്താൻ സർക്കാർ പല തവണ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ പ്രതിപക്ഷമാണ് സഭ നടക്കാൻ അനുവദിക്കാത്തത് എന്നാണ് കേന്ദ്രത്തിന്റെ ആരോപണം. രാഹുൽ ഗാന്ധി സ്വന്തം MPമാരെ ചർച്ചയ്ക്ക് തയ്യാറാക്കണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമം കൊണ്ടുവരുമെന്നും കുറ്റക്കാർക്കെതിരെ ഫാസ്റ്റ് ട്രാക്ക് കോടതികളിലൂടെ വേഗത്തിൽ വിചാരണ നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ പ്രതിഷേധം തുടർന്നതോടെ ലോക്സഭ വീണ്ടും പിരിയുകയായിരുന്നു. മോദിയുടെ വീഡിയോ സന്ദേശം സമരം രാജ്യവ്യാപകമായി ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സന്ദേശവുമായി രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളുടെ ആശങ്ക സർക്കാർ ഗൗരവതരമായി കാണുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും വിശ്വാസം തകർത്ത സംഭവമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. അതിനാലാണ് പുതിയ നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും, കുറ്റക്കാർക്ക് കൂടുതൽ കർശന ശിക്ഷ നൽകും, പുതിയ നിയമം കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്നു, എത്രയും വേഗം പാർലമെന്റിൽ ബിൽ പാസ്സാക്കാനുള്ള ശ്രമം നടത്തും. മോദിയുടെ വാക്കുകളിൽ മറ്റൊരു പ്രധാന സന്ദേശവും കൂടി ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഒരു അക്കാദമിക് വർഷം നഷ്ടമാകാതിരിക്കാനാണ് വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനകം നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ അറസ്റ്റ് മാത്രം മതിയാകില്ലെന്നും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി ശക്തമായ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. രാഹുലിന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് പുതിയ വീഡിയോയോ പുതിയ വാഗ്ദാനങ്ങളോ അല്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. വിദ്യാർത്ഥികളുടെ ബുദ്ധിയെ രാത്രി പുറത്തിറക്കിയ വീഡിയോ കൊണ്ട് പരിഹസിക്കരുത് എന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. അതോടൊപ്പം 3 ആവശ്യങ്ങളും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാപ്പ് പറയണം. ഇതിലുള്ള വിഷയം രാഷ്ട്രീയമായും കൂടുതൽ ശക്തമാകുന്ന സ്ഥിതിയുണ്ടായി. സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇതിനിടെ സുപ്രീം കോടതി വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് കോടതി അറിയിച്ചു. കേന്ദ്ര സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതിയിൽ നിർദ്ദേശമുണ്ടായി. ഭാവിയിൽ ഇത്തരം ചോർച്ചകൾ തടയാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ കോടതിക്ക് ഉറപ്പ് നൽകിയത് അന്വേഷണം കർശനമായി മുന്നോട്ട് പോകുമെന്നാണ്. അതേസമയം പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല. ഇതിനായി യാതൊരു ഹർജിയും കോടതിയുടെ മുൻപിലില്ലെന്നും ഒരു കത്ത് മാത്രമാണുള്ളതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന അഭ്യർത്ഥന സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. അഭിഭാഷകൻ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കാൻ
ശ്രമിച്ചെങ്കിലും ചീഫ് ജസ്റ്റിസ് കോടതി സമയം പാഴാക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. പോലീസിന്റെ അതിക്രമം കാണിക്കുന്ന വീഡിയോകളുണ്ടെന്ന അഭിഭാഷകന്റെ വാദത്തോടും കോടതി താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. ഇത്തരം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെക്കുമോ? ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം കേന്ദ്ര സർക്കാർ ഉടൻ രാജി ആവശ്യത്തിന് വഴങ്ങാൻ സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം രാജി അംഗീകരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടാം. അതേസമയം പ്രതിപക്ഷം ഈ വിഷയം കൈവിടാനും തയ്യാറല്ല. വിദ്യാർത്ഥികളുടെ വികാരം ദേശീയ തലത്തിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കാനാണ് അവരുടെ ശ്രമം. സർക്കാർ നിയമ നടപടികളും അന്വേഷണവും മുൻപോട്ട് വെച്ച് പ്രശ്നം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ ഉത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ചയിൽ രണ്ട് ആവശ്യങ്ങളിൽ അനുകൂല സമീപനം പ്രകടമാക്കിയെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വിഷയത്തിൽ തീരുമാനം ഇനിയും ഉയർന്നിട്ടില്ല. പാർലമെന്റ് പ്രതിഷേധം തുടരുകയാണ്. പ്രധാനമന്ത്രി പുതിയ നിയമവും ഫാസ്റ്റ് ട്രാക്ക് കോടതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി രാജിയില്ലാതെ പരിഹാരമില്ലെന്ന് ആവർത്തിക്കുന്നു. സുപ്രീം കോടതി അന്വേഷണം നേരിട്ട് നിരീക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിലവിലുള്ള സാഹചര്യമനുസരിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഉള്ളത്. കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനുള്ള നീക്കം തുടർന്നാൽ പ്രതിഷേധം വീണ്ടും ശക്തമാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്.